പി എസ് സുനിൽ, ഇന്ന് തലസ്ഥാനം അടുത്ത കാലത്ത് കണ്ട കർഷക സമരത്തിനു ശേഷം രാജ്യ തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി ഈ CJPയുടെ പ്രതിഷേധം മാറുകയായിരുന്നു. നമ്മളിങ്ങനെ ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്ങനെ അന്ന് ആ വാർത്തകൾ വരുന്ന സമയത്ത് വാർത്തകൾ പ്രതീക്ഷിച്ചിരുന്നു. അഭിജിത് ദീപ് കെ വരുന്ന സമയത്ത് അഭിജിത് ദീപ് കെ ജന്തർ മന്ദിറിൽ വരുമ്പോൾ ഇങ്ങനെയൊരു പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക. പക്ഷേ അന്ന് പോലീസ് സംയമനം പാലിച്ചു, അന്ന് സംവിധാനങ്ങളെല്ലാം സംയമനം പാലിച്ചു. അഭിജിത് ദീപ് കെയുടെ എൻട്രി ആ രീതിയിലൊരു ദേശീയ വാർത്തയായി മാറിയില്ല. പക്ഷേ ഇന്ന് ദേശീയ മാധ്യമങ്ങൾക്ക് പോലും ഈ പ്രതിഷേധത്തോട് കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ക്യാമറകൾ മിഴി തുറന്നു. ദേശീയ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തു, എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും. ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. പാർലമെൻറ്റ് സഭ സമ്മേളിക്കുകയാണ്. ഒരിടത്ത് പുറത്താണ് ഈ പ്രതിഷേധം. ഉള്ളിലും പുറത്തും പ്രതിഷേധമായി മാറുന്നു. CJPയെ ഭയന്നു തുടങ്ങിയോ കേന്ദ്ര സർക്കാർ? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തണം. ഇന്നത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കണക്കുകൂട്ടലുകൾ സർക്കാരിനെ സംബന്ധിച്ച് പിഴച്ചൊരു ദിവസമാണിത്. സർക്കാരിനെ സംബന്ധിച്ച് മാത്രമല്ല, സുരക്ഷാ സേനയെ സംബന്ധിച്ചും കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നതാണ്. ഇന്ന് പാർലമെൻറ്റ് മാർച്ചുണ്ടാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. 5000 പേരെയാണ് പ്രതീക്ഷിച്ചത്. 5000 പേരെങ്കിലും സമരത്തിൽ പങ്കെടുക്കും എന്നതായിരുന്നു പോലീസും കേന്ദ്രസേനയും കേന്ദ്ര സർക്കാരും പ്രതീക്ഷിച്ചത്. പക്ഷേ 12,000-ലധികം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. 12,000-ലധികം യുവാക്കൾ ഈ സമരത്തിനായി എത്തി എന്നതാണ്. അത് ഡൽഹിയിൽ നിന്ന് മാത്രമല്ല, ഉത്തർപ്രദേശിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ 12,000-ലധികം ആളുകൾ പാർലമെൻറ്റിനും ചുറ്റിലേക്കും ഇരച്ചെത്തി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സുരക്ഷാ സേനയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. മാത്രമല്ല, ഇന്ന് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്നത്, കഴിഞ്ഞ ഒരു 10-25 വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരുപക്ഷെ 1-2 തവണ എന്ന് വേണമെങ്കിൽ പറയാം, പാർലമെൻറ്റിൻ്റെ മതിലിനോട് ചേർന്ന് വരെ ഈ സമരക്കാർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2012 ഒരു സമരം നമ്മുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ നിർഭയയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയപ്പോൾ ഇതുപോലെ സമരക്കാർ റെയ്സിന കുന്നിലേക്ക് ഇരച്ചു കയറി രാഷ്ട്രപതി ഭവൻ്റെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് പോയൊരു ദൃശ്യം അന്ന് ഞാൻ അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നുപോലും പാർലമെൻറ്റിനടുത്തേക്ക് എത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല സമരക്കാർക്ക്. പക്ഷേ ഇന്ന് പാർലമെൻറ്റിനടുത്തേക്കെത്തി. ഒടുവിൽ പാർലമെൻറ്റിനുള്ളിൽ സുരക്ഷ ശക്തമാക്കേണ്ടി വന്നു. പെട്ടെന്ന് പാർലമെൻറ്റിനുള്ളിൽ സുരക്ഷ ശക്തമാക്കുന്നു. പാർലമെൻറ്റിൻ്റെ ഗേറ്റുകൾ അടച്ചു കെട്ടുന്നു. അവിടെ സൈന്യം തോക്ക് ചൂണ്ടി ഗേറ്റിന് നേരെ നിൽക്കുന്ന കാഴ്ച വരെ നമ്മളിന്ന് കണ്ടു. ഇത് ഒരുപാട് വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ്. ഒരുപക്ഷെ പാർലമെൻറ്റ് ആക്രമണമൊക്കെ തന്നെ നടന്ന സമയത്താണ് ഒരുപക്ഷെ പാർലമെൻറ്റിനുള്ളിൽ ഇതുപോലെ അലർട്ടുണ്ടായിട്ടുള്ളത്. ആ നിലയിൽ ഈ സമരത്തെ സർക്കാർ ഇന്ന് നേരിടുന്നതിൽ ഭയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഇത് യുവാക്കളുടെ സമരമാണ്. ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യുവാക്കളാണ് ഈ സമരത്തിന് അണിനിരന്നിരിക്കുന്നത് എന്നാണ്. വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചല്ല. CJP എന്നൊരു പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അതൊരു സങ്കല്പ പാർട്ടിയാണ്. ആ പാർട്ടി എന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമുള്ളൊരു പാർട്ടിയല്ല. അതൊരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായൊരു പാർട്ടിയാണ്. അതിപ്പോഴും ഒരു സങ്കല്പത്തിലുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡൽഹിയിൽ നിന്നും, ഡൽഹിയുടെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും, മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ തന്നെ എത്തിയ ആളുകളാണ് ഈ സമരത്തിൻ്റെ ഭാഗമായത്. അപ്പോൾ ഈ സമരത്തെ ശക്തമായി അടിച്ചമർത്താനാണ് ഇന്ന് സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമരത്തിൽ ഉണ്ടായിട്ടുള്ള യുവാക്കളുടെ എണ്ണം എന്ന് തന്നെയാണ്. ജൂൺ 6-ാം തീയതിയാണ് അഭിജിത് ദീപ് കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ച അഭിജിത് ദീപ് കെ ഡൽഹിയിലേക്ക് എത്തുന്നത് അമേരിക്കയിൽ നിന്ന്. അന്നു മുതൽ തന്നെ ജന്തർ മന്ദിറിലൊരു സമരമുണ്ടായിരുന്നു. നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സമരമാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. അന്ന് ഡൽഹി പോലീസൊക്കെ പ്രതീക്ഷിച്ചത് ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇവരെ ജന്തർ മന്ദിറിൽ സമരം തുടരാൻ അനുവദിച്ചു. അങ്ങനെയാണ് പിന്നീട് ആ സമരത്തിൻ്റെ തുടർച്ചയിൽ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക് വരുന്നത്, നിരാഹാര സമരം ആരംഭിക്കുന്നത്. അത് ജൂൺ 28-നാണ് ആരംഭിച്ചത്. 21-ാം ദിവസം പക്ഷെ നമ്മൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. അത് പാർലമെൻറ്റ് സമ്മേളനം കൂടി മുന്നിൽ കണ്ടാണ്. തുണി കെട്ടി മറച്ച് സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ച. അതായത് ആ ദൃശ്യങ്ങൾ ആരും പകർത്തരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തുണി കെട്ടി മറയ്ക്കുകയാണ് സ്റ്റേജിലേക്ക് പോലീസ്. പിന്നീട് അദ്ദേഹത്തെ നേരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ്. ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വ്യാജേന അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണല്ലോ ഈ സമരം നടക്കുന്നത്. എന്തിനാണ് രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നത്? നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നു, അതുപോലെ തന്നെ നെറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടക്കുന്നു, CBSE പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ പാളിച്ചകളുണ്ടാകുന്നു, അതുപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകളിലൊക്കെ തന്നെ തട്ടിപ്പ് നടക്കുന്നു എന്ന് യുവാക്കൾ പ്രതീക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ട് യുവാക്കൾക്ക്. അപ്പോൾ ഇതിലൊക്കെ തന്നെ വലിയ വീഴ്ച പറ്റിയെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണമൊക്കെ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഇതിനാരാണ് ഉത്തരവാദി? ഇതിന് അക്കൗണ്ടബിലിറ്റി ഒരാൾക്കുണ്ടാവുമല്ലോ.
ആരാണ് ഉത്തരവാദി? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കീഴിലാണല്ലോ ഈ സംവിധാനങ്ങളൊക്കെ തന്നെയുള്ളത്. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം രാജിവെക്കണം എന്ന് യുവാക്കൾ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുകൂല തീരുമാനത്തിനോ ഒരു വിശദീകരണത്തിനോ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ എത്ര വിദ്യാർത്ഥികളാണ് രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്? അവരോട് നീതി പുലർത്താൻ പോലും കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ യുവാക്കളിൽ, വിദ്യാർത്ഥികളിലൊക്കെ അമർഷമായി തുടരുന്നതിനിടയിലാണ് ഇന്ന് പാർലമെൻറ്റ് മാർച്ച് നടന്നത്. ഇന്ന് പാർലമെൻറ്റ് വർഷകാല സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതല്ലാതെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട്. അതിനിടയിലാണ് വിദ്യാർത്ഥികളുടെ സമരം കൂടി തുടങ്ങിയത്. സ്വാഭാവികമായും പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ തന്നെ വലിയ പ്രതിഷേധമായി, വലിയ സമരമായി സർക്കാർ പ്രതിരോധത്തിലാണ്. അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കും എന്ന കാര്യം ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് BJP-യിൽ ഇന്ന് മോദിയുടെയും അമിത്ഷായുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു വലം കൈ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവാണ്. പണ്ട് വാജ്പേയിയുടെ കാലത്ത് നമുക്ക് പ്രമോദ് മഹാജനെ പറയാം. പ്രമോദ് മഹാജൻ എങ്ങനെയായിരുന്നു ആ നിലയിൽ അന്നത്തെ BJP സർക്കാരിൽ, അന്നത്തെ വാജ്പേയി സർക്കാരിൽ പ്രമോദ് മഹാജൻ എങ്ങനെയായിരുന്നു, അതുപോലെ ഈ മോദി സർക്കാരിൽ പ്രബലനാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ഫണ്ട് മാനേജ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് യൂണിറ്റുകളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, സംഘടനയെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ്. അതുകൊണ്ട് ഏത് വിധേനയും ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ച് മാത്രമേ ഈ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതിനിടയിലാണ് ഈ പ്രതിഷേധം കൂടി ശക്തമാകുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ നേരിടുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിദ്യാർത്ഥികൾ, യുവാക്കൾ അവരുടെ ഇതുപോലുള്ള പ്രതിഷേധങ്ങളാണ് ഒരു രാഷ്ട്രീയ സാഹചര്യമായി എല്ലാ കാലത്തും മാറിയിട്ടുള്ളത്. അതൊരു വലിയ രാഷ്ട്രീയ ചലനമായി മാറിയിട്ടുള്ളത്. നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏത് സമരമെടുത്താലും, ഏത് മുന്നേറ്റമെടുത്താലും, മണ്ഡൽ മുന്നേറ്റമെടുത്താലും, ഈ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിട്ടുള്ള മുന്നേറ്റമെടുത്താലും, ഏറ്റവും ഒടുവിൽ നമ്മൾ ദില്ലി കണ്ടിട്ടുള്ള വലിയ സമരങ്ങൾ എടുത്തു പോയാലും ഒക്കെ തന്നെ ആ സമരങ്ങളുടെ എല്ലാം തുടക്കം ക്യാമ്പസുകളിൽ നിന്നായിരുന്നു, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു. അത് തുടങ്ങിയത് വിദ്യാർത്ഥികളാണ്. ആ നിലയിൽ നമ്മൾ ഈ സമരത്തെ ഒരു ചെറിയ ക്യാൻവാസിലല്ല, വലിയ ക്യാൻവാസിലാണ് ഈ സമരത്തെ നമ്മൾ കാണേണ്ടത്. ഇത് ആദ്യം 10 പേരിൽ തുടങ്ങിയതാണെങ്കിൽ ഇന്നത് 12,000 പേരിലേക്ക് ഒരു സമരമായി അത് മാറിയിരിക്കുന്നു. ഡൽഹിയിലേക്ക് 12,000 പേരിലേക്ക് സമരമായി മാറിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സമരങ്ങൾ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയ ക്യാൻവാസിലേക്ക് ഈ സമരം പടരുകയാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, BJP സംഘപരിവാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട ഒരു സമരമായി ഈ CJPയുടെ സമരം മാറുന്നു. Meet the editors.